എന്ത് സാധനം കിട്ടിയത്? ഇത് പിന്നെ മക്കഡോമിയ എന്ന് പറയും. മക്കഡോമിയ എന്ന് പറയുന്ന ഒരു നട്ട്സ് ആണ്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള നല്ല കൊഴുപ്പുള്ള ഒരു തരം ഫ്രൂട്ട്സ് ആണിത്. ഇത് നമ്മളെ കൊളസ്ട്രോൾ കുറക്കും, അതുപോലെ BP-ക്ക് നല്ലതാണ്, വൈറ്റമിൻ B ഉള്ള സാധനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉഷാദ് അപ്പോട്ടക്. ഇത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ TP മാഷ്. എൻ്റേത് മാത്രമല്ല, എൻ്റെ ഉമ്മാൻ്റെ, ഉപ്പാൻ്റെ, ഉമ്മയുടെ അനിയത്തിൻ്റെ, എൻ്റെ പെങ്ങളെ, ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ച അധ്യാപകനാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ, എന്താണ് TP മാഷിലെ പ്രത്യേകത? ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അദ്ദേഹം എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന പോലെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പോലീസുകാരുണ്ട്, ഈവൻ കളക്ടർ വരെ ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, കോളേജ് പ്രിൻസിപ്പൽസ് ഉണ്ട്. അധ്യാപനം കഴിഞ്ഞിട്ട് പല അധ്യാപകർ അതോടുകൂടി സ്കൂളോടുകൂടി അധ്യാപകർ നമ്മളെ മറക്കും, നമ്മളെ അധ്യാപകരെ മറക്കും. പക്ഷേ TP മാഷ് പിന്നെ നമ്മളെ ഫോളോ ചെയ്യും. നമ്മളെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ മറ്റ് ഉപരിപഠനത്തിലൊക്കെ TP മാഷിന്റെ ശ്രദ്ധ ഉണ്ടാവും. മാത്രം പഠിച്ചാൽ പോരാ, ഈ കണക്ക് പഠിക്കണം, സയൻസ് പഠിക്കണം, ഇതെല്ലാം കുട്ടികൾ പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ എവിടെ എത്തി, പഠനം കഴിഞ്ഞിട്ട് അവർ എവിടെ എത്തിയെന്നവരോട് ഞാൻ ഞാൻ പറയട്ടെ, ഇതിൽ പലരും ഒന്നുമല്ലാതായി പോവേണ്ട പലരുമായിരുന്നു. അദ്ദേഹം പറയുന്ന ഈ പറയപ്പെട്ട ഈ ഉദ്യോഗാർത്ഥികളെല്ലാം ഒരു പക്ഷേ എവിടെയും എത്താതെ പോവേണ്ട ആളുകളായിരുന്നു. ഇദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ചുയർത്തിയിട്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അവരെ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തി അവർ പഠിച്ച് അവരെ പഠനകാലത്ത് വരെ ഫോളോ അപ്പ് ചെയ്ത് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് അവർക്കുള്ള ഹയർ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് നല്ല ഗൈഡൻസ് കൊടുത്ത്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, വെറും 7% മാത്രം SSLC വിജയ ശതമാനമുള്ള സ്കൂളുകളിൽ പഠിച്ചിരുന്നു. അതായത് 100 കുട്ടികളുണ്ട്, 7 പേര് മാത്രമേ വല്ലതും പഠിച്ചാലായി. ബാക്കിയുള്ളവരെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ മേഖല വളരെ പിറകോട്ട് നിൽക്കുന്ന ഒരു കാലത്ത് അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള മിടുക്കരായ കുട്ടികളെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ നല്ല നിലയിലെത്തിച്ച് ഡോക്ടറും എൻജിനീയറും കോളേജ് പ്രിൻസിപ്പൽസും അധ്യാപകരും പോലീസും എന്ന് വേണ്ട ഇവൻ കളക്ടർ വരെ ആക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഗൈഡൻസും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ TP മാഷ്. ഞാൻ വരെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളും എൻ്റെ പഠനകാലത്ത് കൈപ്പറ്റിയൊരു വ്യക്തി എന്ന നിലക്ക് ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒക്കെ എന്നെ പോലെ പല ആളുകളെയും അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ അദ്ദേഹം പഠിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സീനിയറായ വിദ്യാർത്ഥികളിൽ നിന്നും കളക്ട് ചെയ്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കാനും. ഞാനിത് പറയുന്ന ഒരുപാട് അധ്യാപകർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങൾക്കറിയാം ഇത് എത്ര പേർ ചെയ്യുന്നു എന്നുള്ളത്. പല ആളുകൾ ചെയ്യുന്നുണ്ടാവും, പുറത്തറിയുന്നില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. തൻ്റെ അധ്യാപനത്തെ ഒരു ആരാധനയായി കണ്ടുകൊണ്ട് ഒരു സ്റ്റുഡൻസിനെ അയാൾ പഠിപ്പിച്ച് ആ കുട്ടി പുറത്തിറങ്ങി പിന്നീട് അവൻ്റെ ഓരോ ഘട്ടമായി അവൻ്റെ പഠനകാലത്തും അതിനുശേഷം അവൻ്റെ ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ആണെങ്കിൽ അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും വാണിങ്ങും നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കാനുള്ള ഉത്ബോധനം അദ്ദേഹം ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞാൻ എന്ന് നാട്ടിൽ വരുന്നോ അദ്ദേഹം വരും, കാണും, എനിക്ക് വേണ്ട ഉപദേശങ്ങൾ, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. പല മൊറലായിട്ടുള്ളതും ലീഗലായിട്ടുള്ളതും എല്ലാവിധ ഉപദേശങ്ങളും അദ്ദേഹം തരും. വന്ന വഴി മറക്കരുത് എന്ന് ഉപദേശിക്കും. നമ്മളെ കയ്യിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അഹങ്കരിക്കരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പഠിച്ച കാലത്തോടു കൂടിയുള്ള ബന്ധമല്ല, അദ്ദേഹം ആ ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് TP മാഷിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തൻ ആരോഗ്യമുള്ള ദീർഘായുസ് TP മാഷിന് പ്രധാനം നൽകട്ടെ എന്നും ഇനിയും ഒരുപാട് കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് ലഭിക്കട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങൾ ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. ഡിയേഴ്സ്, ഇനിയും ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എങ്കിൽ പ്ലീസ് ഫോളോ. നിങ്ങളുടെ വാല്യുബിളായ കമൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കാരണം ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീയിങ് ആണ്. പോസിറ്റീവ് കമൻറ്റുകൾ നമ്മളെ വളരെ സന്തോഷിപ്പിക്കും. നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപക്ഷെ റീതിങ്ക് ചെയ്യാനും അത് ഒരു പ്രോത്സാഹനം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തുക.